അല്ല, ഞാനൊരു കാര്യം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏത് പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും ഏത് മുന്നണിയിൽപ്പെട്ടതാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഹൈന്ദവർ മാത്രമായി ബന്ധപ്പെട്ടല്ല. ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങൾ ചെന്നെത്തുന്നതാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടികൾ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ. സ്വീകരിച്ചത് എങ്ങനെയാണ്? ഇതിന് സ്പെഷ്യൽ കമ്മീഷനുണ്ട്, കോടതി തന്നെ വെച്ചിട്ടുണ്ട്. ആരെയാണ് വേണ്ടത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ ടീമിൽ ആര് വേണം? ഇന്ന് സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ വെച്ചു. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ പലതരത്തിലേക്കും ചൂണ്ടി വേറെ സ്ഥലത്തേക്കല്ല ചെന്നെത്തുന്നത്. അപ്പോൾ ആമുഖമായി പ്രൈമാ ഫേസി ഒരാളെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ റിസൾട്ട് എന്താന്ന് പറയട്ടെ. റിസൾട്ട് വരുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അതനുസരിച്ചുള്ള മെസ്സേജ് ഇത്രയും കാര്യങ്ങൾ ഇത് കൂടുതലല്ല. ഇതൊക്കെ ഏറ്റവും പ്രധാനമായ സോഷ്യൽ ഇഷ്യൂസാണ്. അത് കേരള കോൺഗ്രസിന്റെ സ്വഭാവമുള്ള ജനവിഭാഗങ്ങൾ മാത്രമല്ല. ഇപ്പം മുനമ്പം അല്ലെങ്കിൽ കടഖനനം ഒരുപക്ഷെ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളല്ല. ഞങ്ങൾ ഏറ്റെടുത്തത് സോഷ്യൽ ജനകീയ ഇഷ്യൂ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഇഷ്യൂസ് ഏറ്റെടുത്തത് കൃത്യമായി അതിന്റെ റിസൾട്ട് ഇന്നതാണ് ചെയ്യേണ്ടതുമെന്നും നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകരും താഴെത്തണ്ടി ചെന്ന് എത്തിക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനമാണ് വന്നത്. ഞാനത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനത് ഇടതുപക്ഷമായി സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ബില്ലുണ്ടാകാം, വോട്ടിംഗ് ഉണ്ടാകാം. അങ്ങനെ ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. ഏതൊക്കെയാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഇപ്പോൾ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത് ഇവിടെയുണ്ട്. പരസ്പരം അത് എങ്ങനെയാ മീഡിയക്കകത്ത് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. നിങ്ങൾക്കറിയാം അതിന്റെ വ്യക്തമായത്. കേരള കോൺഗ്രസ് പാർട്ടിയിലൊന്നുമില്ല, ആരുമില്ല. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു സ്വീകാര്യതയുണ്ട്. ഞാനത് വലിയ പോസ്റ്റ് ചെയ്ത് പറയല്ല. ഞങ്ങളുടെ അധ്വാനമാണ്, മണിസാറിന്റെ അധ്വാനമാണ്. അതുകൊണ്ട് ഞങ്ങളെടുത്ത നിലപാട് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ എടുത്തല്ലോ, അത് അങ്ങനെ എടുത്തേ പോയിട്ടുള്ളൂ. അത് നിങ്ങൾ പറയണം ഞങ്ങൾ സുന്ദരിയാണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.